ഇന്നാണ് കേട്ടോ നമ്മുടെ ഷെഫ് കുട്ടന് അയർലൻഡിലേക്ക് പോണ ദിവസം. ഷെഫ് കുട്ടന് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ലോജിസ്റ്റിക്കിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അയർലൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു സങ്കടമൊന്നുമില്ല കേട്ടോ. കാരണം അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓന് നല്ല ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ശരിയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ശരിയായി കിട്ടാത്തപ്പോഴാണ് നമ്മൾ ആകെ ഒരു ടെൻഷൻ അടിച്ചിരുന്നത്. അപ്പോൾ അത് ശരിയായി കിട്ടുമ്പോൾ അൽഹംദുലില്ലാ. അത് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു ഇടങ്ങാറൊക്കെ ഉണ്ടാവും. അവൻ ചോദിക്കുന്നുണ്ട്, മമ്മ ഇനി പോകാൻ നേരത്ത് കറിയൊന്നും ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് ഉള്ളിയൊക്കെ സ്പ്രേ ആക്കി വെക്കണം, നേരത്ത് കണ്ണിലടിക്കാനാണ് എന്നൊക്കെ. അറിയില്ല, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു സങ്കടം തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, ബുബുക്കുട്ടൻ പോയ പോലത്തെ ഒരു യാത്രയൊന്നുമല്ലല്ലോ. ഓൻ്റെ യാത്രയിൽ ഇപ്പോഴും ഒരു സങ്കടമാണ്. ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു യാത്ര അല്ലേ, ബുബുക്കുട്ടൻ ഇനി ഒരിക്കലും വരാത്ത യാത്ര പോയല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം വലിയതായിട്ട് കിടക്കുന്നതുകൊണ്ട് വേറെയുള്ള ഒരു സങ്കടം എനിക്കിങ്ങോട്ട് കേൾക്കണില്ല. അപ്പോൾ ചിലവരൊക്കെ പറയും, നിങ്ങൾക്ക് ഇതിലും വലിയ ഇടങ്ങേറ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നമുക്ക് വരുന്നൊരു ആപത്ത് തടയും, മൃഗങ്ങൾക്കാണ് അത് വരിക എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും, എനിക്ക് വന്നൊരു ആപത്ത് തന്നെയാണ് അത് വേറൊരു ആപത്ത് തടഞ്ഞതല്ല. ഓനില്ലാണ്ടായത് എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരില്ലാണ്ടാവണം പോലെ തന്നെ ഒരു ഇടങ്ങേറുള്ള കാര്യം തന്നെ. അപ്പോൾ ഞാനിതാ ഇന്ന് കഫ്താനാണ് ഇട്ടിരിക്കണ്. ഞാൻ അന്നൊരു ദിവസം ഒരു ടെക്സ്റ്റൈൽസ് പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് എന്തോ ഈ ഒരു മെറ്റീരിയൽ സിമ്പിൾ ഒരു കഫ്താൻ തയ്ച്ചതാണ്. കഫ്താൻ തയ്ക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു മീ ടൈമിൽ തയ്ക്കണതാണ്. അതുകൊണ്ട് അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രസ്സ് തയ്ക്കലൊക്കെ. ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാതെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനിരുന്ന് അങ്ങനെ തയ്ക്കണതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇപ്പം തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടനും കൂടി പോയി കഴിഞ്ഞാൽ തിരക്കുകൾ കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ഇൻഷാ അല്ലാഹ് റെഡിയാക്കണം. യാമിക്കുട്ടിക്കും ഇതേപോലത്തെ കുപ്പായം തന്നെ കേട്ടോ. വായ എന്താ കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് കാക്കുവിന് പോവാൻ എത്ര ചെലവായി എന്നൊക്കെ നോക്കുക. വീട് പണ്ട് കണക്കൂട്ടലൊക്കെ കഴിഞ്ഞോള് കാക്കുവിന് പോവാനായ ചെലവുകളൊക്കെ എത്ര ആയി ഏകദേശം? ഒരു സംഖ്യ ആയോ? ആ, ഇതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന്. 4 കൊല്ലം ഷെഫ് കുട്ടന് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോവാനായിട്ടോ നിന്നിരുന്നത്. ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഓടി വെക്കുമ്പോ അതൊന്നും ശരിയായില്ല. പിന്നെ നമ്മള് പൈസ എടുത്തിട്ട് തന്നെ കേട്ടോ പോണത്. അപ്പൊ ഞാൻ പറയും, ലോൺ എടുത്തിട്ട് പോയി കഴിഞ്ഞാല് കുട്ടികൾക്ക് അത് വീട്ടണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ട്രഗിളിൽ അവിടെ നിൽക്കുമല്ലോ. ഇതിപ്പോ അതൊന്നുമില്ല. പക്ഷെ ഓന്റെ മൈൻഡില് അയർലൻഡിൽ നിൽക്കണം, അവിടെ ആവണം എന്നുള്ളതുകൊണ്ട് നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ ലോൺ അടച്ച് വീട്ടണം പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ നിൽക്കുമല്ലോ. ഓൾക്ക് കണക്ക് സൈക്കിളില്ല, കണക്കൊക്കെ കൂട്ടി വെക്കുമ്പോ അപ്പൊ എന്നാ അങ്ങനെ ഈ റൂം കാലിയാവാൻ പോവാണ് മോന്. അധികം ഓന് ഇവിടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ നമുക്ക് ഇവിടെ കാണാൻ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യാമിക്കുട്ടിൻ്റെ പോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡയപ്പർ കാണിച്ചു തരാം കേട്ടോ. യാമിക്കുട്ടിയൊക്കെ ഉപയോഗിക്കണ തന്നെയാണ് ഇത് ലുലാപ്പിൻ്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ് കേട്ടോ. യാമിക്കുട്ടിക്ക് ഇതാ ഇപ്പം ലാർജാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുട്ടികൾ രാത്രി സുഖമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല ഡയപ്പർ തന്നെ യൂസ് ചെയ്യണം. ലുലാപ്പിൻ്റെ ഈ ഒരു ഡയപ്പറിന് ഉണ്ടല്ലോ 5 ലെയർ അബ്സോർബൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 12 മണിക്കൂർ പ്രൊട്ടക്ഷൻ തരും. അതുപോലെ തന്നെ ഇത് നല്ല ബ്രീത്തബിൾ ആണ് കേട്ടോ. ഇതിന് 10 മില്യൺ പോഴ്സുകളുണ്ട്. പിന്നെ ഈ ഒരു ഡയപ്പറിൽ അലോവേറിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് റാഷസ് കാര്യങ്ങൾ അതും ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു കോട്ടൺ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ അവിടെ ഇങ്ങനെ വെറ്റ്നെസ് ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. ഈ ഒരു യെല്ലോ ലൈന് ബ്ലൂ ആയി മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഡയപ്പർ ഫുള്ളായി എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്പോസിബിൾ ടാപ്പ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡ് ആണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് എത്രമാത്രം അബ്സോർബൻസ് ഉണ്ട്, എത്രമാത്രം ഡ്രൈ ആയിരിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ലുലാപ്പിൻ്റെ ഈ ഒരു ഡയപ്പർ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ആമസോണിലും ലുലാപ്പിൻ്റെ വെബ്സൈറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ.
അങ്ങനെയൊക്കെ ഇപ്പൊ ഇന്നാണ് ഞങ്ങൾ ഈ ഒരു 13-ാം തീയതി അന്ന് വീട് പണിയുടെ സമയത്ത് 13-ാം തീയതി ആകുമ്പോഴത്തേനും വീട് പണി തീരൂലേ എന്തായാലും വീട് പണിയൊക്കെ തീർന്ന് ഇത്ര വൃത്തിയാക്കിയിട്ട് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു സമാധാനം. പക്ഷെ ആ വീട് പണി സമയത്ത് ഓനക്ക് ഒരു സമാധാനം, എന്നും പണിക്കാരാണ് ഇവിടെ എന്നും പരാതിയായിരുന്നു ഇവിടെ എന്നും വിമേഷും സുമേഷും ഒക്കെ. എനിക്ക് സമാധാനം കേട്ടോ, കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഷെഫ് കുട്ടൻ ഉണ്ടാകുമ്പോ ഈ വീടൊന്നും ഇങ്ങനെ വൃത്തിയാക്കിയില്ലല്ലോ അങ്ങനെ തോന്നും. ബൂബുക്കുട്ടൻ തന്നെ ആ പണിത്തിരക്കിന്ന് പോയത് എനിക്ക് ഏറ്റവും വലിയൊരു ഇടങ്ങാറാണ്. ഓൻ ആ പണിത്തിരക്കിന്നാണ് ഇറങ്ങിപ്പോയത്. ഒന്ന് സ്വസ്ഥമായിട്ട് ഓലിക്കിപ്പോൾ അതൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഓൻ അങ്ങനെ ആ ഇടയിൽ പോയത് വലിയൊരു ഇടങ്ങാറാണ്. എന്ന പോലെ ഒക്കെ വൃത്തിയായിട്ടാണല്ലോ ഓൻ പോണത്. സമാധാനം. ഇനി ഞങ്ങളാൾക്കാർ ഇവിടെ ഞാനും യാമിക്കുട്ടി പാടുപെടും, കുറച്ച് പാടുപെടും. യാമിക്കുട്ടിയുടെ ഉടുപ്പ് കാണിച്ചെടുത്ത അമ്മന്റെ പോലത്തെ ഉടുപ്പാണ് കണ്ട് കാണിച്ചെടുത്ത നമ്മൾ കണ്ടോ ഒരേപോലെ കണ്ടോ അപ്പൊ ഉണ്ണിമോ ചോദിക്കാ നിങ്ങൾ ഡ്രസ് കോഡാണോ? ഉണ്ണിമോനും കിട്ടോ ഇവിടെ. അപ്പൊ ഞാൻ പറയാം അയർലൻഡിക്ക് പോണതിന്റെ പേരിൽ ഞങ്ങൾ ഡ്രസ് കോഡാണ്, ഇന്നലെ ഡ്രസ് കോഡ് ആയിരുന്നു, 2 ദിവസത്തെ പരിപാടിയാണ് എന്നൊക്കെ. എന്റെ ഡ്രസ് കാണാം. ഏതൊക്കെ ഷർട്ടുകൾ കൊണ്ടുപോവാത്ത ഷെഫ്മാര് കുറെ ഷർട്ടുകൾ ഉണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടനക്കുള്ള ഉണ്ണിക്കുട്ടൻ വലിയ ബാഗും ഇട്ടാ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഷെഫ് കൂട്ടൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ണിക്കുട്ടനക്ക്. അപ്പൊ ഞാൻ പറയാം എടാ 2-3 പപ്പക്കും വെക്കിട്ടോ. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് പാകാവൂ. വലിയൊരു ബാഗ് കൊണ്ടാ വന്നിരിക്കുന്നത്. എനിക്കിത് ഉണ്ണിക്കുട്ടൻ ഈ വീഡിയോ കാണുമ്പോ അതിന്റെ ഇടയ്ക്ക് ഷേദിയമ്മ ഇന്ന് ചൂണ്ടില്ലേ കൊള്ളൂലേ. ഇതോ ഈ ഷർട്ടോ ഇതൊക്കെ ഇഷ്ടമുള്ളവന്റെ ഒരു ഷർട്ടാ. നമ്മള് ഹൃദയൊക്കെ മാറ്റി വെക്കണ പോലെ ഓന്റെ ഷർട്ട് നിങ്ങൾ ഇട്ടെടുക്കുമ്പോ ഓന്റെ ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. ട്രൈ ചെയ്തിട്ട് ഇത് കുറച്ച് നമുക്ക് ഇനി വയറൊക്കെ കുറക്കണേ. എങ്ങനെ ഓർക്കണ വയറ് ടീഷർട്ടിന്റെ ഉള്ളിലിട്ട ടീഷർട്ട് ഊരിട്ടാ ഇത് കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഓളൊരു പുട്ടൻ ബ്ലോഗർ വന്നിക്കണേ. ചാനൽ തുടങ്ങേണ്ടി വരുവോ? ഇപ്പൊ ഇതൊക്കെ പെട്ടിക്കാക്കി വെക്കണ്ടേ. ഇതൊക്കെ ഷെഫ് മോന് ഓൺലൈനായിട്ട് വാങ്ങിച്ച സാധനങ്ങളാട്ടോ. വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്തതല്ലേ പെട്ടി വരെ. ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ചോറ് കഴിക്കാം. ഇന്ന് ഷെഫ്കൂട്ടം പോണ പ്രമാണിച്ച് ഇക്കാന്റെ ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇക്കാന്റെ ബിരിയാണി തിന്നാൻ പറ്റും. അല്ല ആ പാത്രങ്ങൾ നോക്കണ്ടേ? അതിന് തൊടാൻ പറ്റൂല. യാമിക്കുട്ടിന്റെ ഉടുപ്പ് സിമ്പിളൊരു ഉടുപ്പ് പെട്ടെന്ന് തന്നെ തയ്ച്ചു ഷിമ്മി പോലെ. എന്റെ കൈ തട്ടിയിട്ടുള്ള ഷർട്ടിൽ നിന്ന് സെക്കിറാപ്പാക്ക് ഷർട്ട് ചൂണ്ടാൻ പറ്റുമോ എന്ന് നോക്കി. എനിക്ക് ബാഗുണ്ട് പക്ഷെ ഒന്നും പാകായില്ല സെക്കിറാപ്പാക്ക്. രാവിലെ ഓനക്ക് പത്തിരിയും ചിക്കൻ കറിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പത്തിരിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും മതിയെന്ന് ഓന്. അപ്പൊ ഞാനിക്കാൻ നിൽക്കാൻ അവനക്ക് സിമ്പിളായിട്ട് പത്തിരിയോ ചിക്കൻ കറി എത്ര വേണ്ടതെന്ന്. അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കി. ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ബിരിയാണിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീനാഘോഷക്കാര്. ഞാൻ പറയാ 2 ദിവസം കൂടെ ക്ഷമിക്കും. നമുക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ട് മീൻ മേടിച്ചാൽ മതി. അതായത് ഞാൻ പറയാം ഈ കഞ്ഞി ഇപ്പൊ മീൻ മേടിക്കല്ലോ, അവൻ പോയിട്ട് മീൻ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് വേണം മീനാഘോഷാക്കാൻ. കാക്കു പോയോ? കാക്കു എങ്ങോട്ട് പോയി? ഇപ്പൊ വരൂട്ടാ. കാക്കു ഇപ്പൊ വരൂട്ടാ. വേഗം സോഫമ്മ നിന്നിട്ട് നോട്ടാ ആരേലും വരുമ്പോഴും പോകുമ്പോഴും. അവിടെ ഇരുന്നോട്ടെ. ഒറ്റക്കിട്ട് പോരി. അമ്മായി വന്നു. നല്ല പുള്ളിശാള രസമുണ്ടല്ലോ. പിന്നെ ഇതുവരെ ഞാൻ കൊഴങ്ങി കിടക്കുന്നു. കഞ്ഞുടി കഴിഞ്ഞ് അവിടെ കൂടെ പോരാന്ന് കരുതി. അപ്പൊ നോക്കുമ്പോ ആ ജനൽമ വെച്ചാളി. എന്താ ഈ കിടക്കണ നേരം കൊറേ ആയി. മന്തി ആയാലും മതി. ഞാനൊന്നുകൊണ്ട് പോയിങ്ങാണ്ട് വിചാരിച്ചൂലേ. കുഞ്ഞുമോനെ ഇപ്പൊ 4-5 പെൺകുട്ടികളല്ലേ, അതിലിപ്പോ ഒരു ആൺകുട്ടി ഉണ്ടായതല്ലേ. അപ്പൊ ആ സന്തോഷം കൊണ്ട് ഞാൻ കഴിഞ്ഞതാണ്.
അമ്മായി എത്തി. ഇതാ വിചാരിച്ച പേക്ക് അമ്മായി കുറച്ച് ഉന്നക്കായ പൊരിച്ചു കൊടുക്കട്ടെ. അതൊന്നും പാടില്ല. അമ്മായിയാണ് കേട്ടാ. തത്തമോള് തരിക്കുന്നു. ഇവിടെ നോക്കാം, തത്തമോള് തരിക്കും. രാമിക്കുട്ടി പോവതില്. ഇത് കണ്ണൂരിന്ന് കൊടുന്ന ഉന്നക്കായ ബാഗിലെ കൊണ്ടോണേ. എല്ലാം കൊടുത്തോ മോളിത്തെ എല്ലാം കൊടുത്തോ? ഈ പേജ് പോകുമ്പോഴാ ബലിയാടാണ്. ഇത് ബലിയാട് കൊടുക്കറിയില്ല. കാക്കൊന്ന് പോവാണെന്ന്. ഓളെ ഇവിടെ എന്തോ വിരുന്നാണെന്നാ. ഇതൊരു പാത്രത്തേക്ക് ഇടുന്നോ? കവറിൽ കിട്ടിയാൽ വലിയൊരൊറ്റ കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചുകൊണ്ടാണോ ഇത് ഉന്നക്കായ നല്ലോണം പറ്റിയേക്കണം. ഇന്നപ്പൊ പറ്റി. ഇന്നിപ്പോ അമ്മായിരത്തിന് കണ്ടുനോക്കുമ്പോ ഓൾക്ക് ഉന്നക്കായ ആവശ്യം. കൈകൾ സെലക്ട് ചെയ്തോ. പിന്നെ വെറുതെ അയർലൻഡിൽ കൊണ്ടിട്ട് പാവങ്ങൾ അനാഥയാവും. ഞാൻ ഇവിടെ പോലെ പൊന്നു പോലെ നോക്കണതാ. വിശക്കുട്ടികൾക്ക് ബെഡ്ഷീറ്റ് വേണം. മമ്മന്റെ വലിയ പെട്ടിയൊക്കെ കൊടുഞ്ഞാൽ തീം കഴിഞ്ഞോ? കറിഞ്ഞോ കൊടുത്തു. കാഞ്ചേരാണ് പെട്ടി കറിക്കണൊക്കെ. ബെഡ്ഷീറ്റ് തണുത്തത് മതിയോ? അല്ല ജയ്സല് സുഹ്മാനോട് ചോദിക്കേ ഇതിപ്പോ എന്തിനൊക്കെ 2 പാത്രം ഇപ്പൊ എന്തിനാ കൊണ്ടുപോകണ ചോദിക്കാ. അപ്പൊ സുഹ്മാൻ പറയത് ഒന്നില് നെയ്ച്ചോറ് വെക്കാനും ഇത് ചിക്കൻ കറി വെക്കാനും. അപ്പൊ ജയ്സല് പറ ഒന്നില് ബ്രെഡ് ചൂടാക്കാനും ഒന്നില് വെള്ളം ചൂടാക്കാനും. നമുക്കൊരു 10 വയസ്സായ തന്നെ കിച്ചണിലേക്ക് ഒന്നും നടക്കുന്നുണ്ട്. അത് ഈ ഉസാറൊക്കെ കാണണം. അങ്ങനെയൊക്കെ നാട് ചിത്തെത്തി പോകുന്നുണ്ട്. ഇതാണ് പണിക്കുമ്പോഴാണ് ഷൂ. ദുബായ് പെട്ടി തുറന്നാലല്ലേ എങ്ങനെ ഉണ്ടാവുക? ഇത് അങ്ങോട്ട് പോകുമ്പോഴുള്ള പെട്ടിയിലാണ് ഇതൊക്കെ. മാതിരിയാണ് പെട്ടിയിലുള്ളത്. ക്രീമും ഇതിന്റെ ഇടയിൽ കൂടെ ഇടാണ്. കളി പഠിപ്പിക്കുക അത്ര മതി. അടയോ സിപ്പൊന്നും പോരൂലല്ലോ അല്ലേ? ഇന്ന് എല്ലാരും വന്നിക്കും. എന്തൊക്കെയാണ് കാക്കു പോണ വിളിച്ചെടുക്കുക. കാക്കു പോണാന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് ഷാളൊക്കെ ഇട്ടിരിക്കണേ? കഴിഞ്ഞില്ലേ പാക്കിങ്? വന്നേക്ക് കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോവാ. ഒരു കല്യാണൊക്കെ അടിപൊളിയായോ? അല്ലേ പെരും കല്യാണമായിരുന്നു അല്ലേ? അതെ രസം കല്യാണത്തിന്റെ പല രസങ്ങളും ഉണ്ടായിരുന്നില്ലേ? വിചാരിച്ച പോലെ ആയില്ലേ? അതേപോലെ ഭക്ഷണങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാം നല്ലത്. നാളെ കണ്ടിട്ടാണ് പോകാം. നാളെ എല്ലാവർക്കും പറഞ്ഞു പാപ്പാന്റെ കൂടെ തന്നെ പോകാം. ഇനി അവസാനം ഇതാ ഉണ്ണിമോന്റെ പാക്കിങ് ആട്ടോ. അലമാര കാലിയാക്കല. അലമാര സെറ്റപ്പാക്കണല്ലേ? ഷിഫ്കാക്കാന്റെ ഡ്രസ്സിനോടൊരു മുഹബത്തായിരുന്നു എനിക്ക്. എന്ത് എന്നെ വിളിക്കണോ വിളിക്കാൻ? ഓലെ അപ്പ തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലേ? ഞങ്ങളും പോകുന്നു. അതന്നെ പഠിക്കാൻ
നല്ല തടി കല്യാണ പെണ്ണ് കഴിഞ്ഞ അടുത്ത ഓനൊക്കെ നോക്കണ്ടേ എന്റെ ബാഗുമായിട്ടാ വന്നിക്കണേ അത് ഞാൻ അറിഞ്ഞില്ല എന്നോട് പറയണ്ടേ ഭയങ്കരമായ ഉദ്ദേശല്ലേ ഇതെല്ലാം കിട്ടിയോടാ എല്ലാവർക്കും മനസ്സിലാക്കണേ അത്യാവശ്യം കമന്റ് ഞാൻ ശരീരം പാടുന്നില്ല അല്ലെ കമന്റ് നോക്കാൻ എന്നെ കാണാൻ വന്നിട്ട് കുറച്ച് ആൾക്കാർക്കെല്ലാം ചോറ് കഴിച്ചു അങ്ങനെ ഷെഫ്കുട്ടന്റെ ഡിന്നർ ഞായറിലൊക്കെ അവർക്ക് എല്ലാവരും കൂടി വരുന്നതും തിരക്കൊന്നും വേണ്ട സ്വസ്ഥമായിട്ട് പോകണം അപ്പൊ എല്ലാരും വന്നിട്ടാ സാധാരണ പോണ പോലെ ഇപ്പൊ എല്ലാരും യാത്രയപ്പിന് വന്നപ്പോ എനിക്ക് ബേജാറായി മുമ്പ് ആകെ ഒന്നും സ്റ്റെക്കായി അപ്പൊ ഒരു യാത്രയപ്പ് പോലെ തോന്നിയല്ലോ അപ്പൊ ജാസ്മിൻ കുട്ടിക്ക് തിരക്കൊക്കെ ആണെങ്കിലോ പോകുമ്പോ വരും വേണം ഒന്ന് കാണണം പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒരു വേഗം അങ്ങോട്ട് തീരുമാനിച്ചിട്ട് പോന്നിട്ട് ഉമ്മാക്ക് ഉപ്പാക്ക് എല്ലാവർക്കും ബിരിയാണി ഒക്കെ കൊടുത്ത് സുലുവിന് പേർക്കൊക്കെ പലഹാരം പൊരിച്ചിട്ടും കൊടുക്കണം ഞങ്ങൾ ഇക്ക പോണ തിരക്കിലാണെങ്കിൽ എനിക്ക് ഈ ഉഷാറൊന്നും ഉണ്ടാവില്ല ഞാൻ ഒടിഞ്ഞു തൂങ്ങി കിടക്കുക കഴിഞ്ഞു പഠിക്കാൻ പോവല്ലേ ഓൻ ആഗ്രഹിച്ച് പോവല്ലേ മറ്റേത് പ്രവാസികളൊക്കെ ആകെ ഹൃദയം മുന്നിട്ടാക്കാനും പോവുക പിന്നെ വെയിലത്ത് പണിക്കാണല്ലോ ഇവിടുന്ന് പോകുമ്പോ തന്നെ ദുബായ് പെട്ടി പോലത്തെ പെട്ടി വേണ്ട പോണത് ഓന്റെ പെട്ടിയിലെ പ്രവാസികൾ അങ്ങനെയല്ലോ അറക്കാൻ കൊണ്ടുപോണ മാടിനെ പോലെയാണ് പ്രവാസികള് പറയുള്ളൂ അപ്പൊ അങ്ങനല്ലല്ലോ കുഞ്ഞു മക്കളെ അതുകൊണ്ട് ആ ഒരു ഇതിനകത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പോകാൻ നല്ല ഗുളിക മരുന്നൊന്നും ഗുളികയും മരുന്ന് കൊടുത്തിക്കണോന്നാണ് നിങ്ങളെ അള്ളാഹുവേ കാക്കണേ ഹെറാക്കി കൊടുക്കണേ ആ കുത്തിരി ഇടങ്ങളിൽ അള്ളാഹിന്റെ കുട്ടികളെ മക്കളെ ആരെയും തരവും കൊതം കെട്ടാതെ കഴിച്ചു കൂട്ടണേ രണ്ട് കാലത്ത് ഒരുമിച്ച് കൂട്ടണേ പോയിട്ട് ഒഴിച്ചോട്ടോ ഉമ്മ കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിലായതുകൊണ്ട് ചെറിയൊരു കഞ്ഞി അച്ചാറ് മൈക്കിൾ ഓട്ടർഷ കളിപ്പിക്കാൻ വേണ്ടി മമ്മൂട്ടി മോഹൻലാൽ വേറെ അത് വേറെ പുതിയ സൂപ്പർ ഗുഡ് അതുണ്ട് പിന്നെ പറഞ്ഞല്ലോ ഇരിക്കട്ടെ നമുക്കുള്ള ഇപ്പൊ പൊരിക്കാം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടോ പിന്നെ പൊറാട്ടയും പത്തിരി അതുകൊണ്ട് ജാസ്മുട്ടിയും എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇനി പരിചയക്കടി ഇതൊക്കെയാണ് കൊടുക്കാൻ പോണത് ആൺകുട്ടി കാക്കൊന്ന് പോവാടി ഷോൾക്ക് നല്ല ഒരു കല്യാണമാണെന്നാ 10:05 നല്ലോണം ഇനിയിപ്പോ അയർലൻഡിൽ പോയി കിച്ചണിൽ വേറെ ടീഷർട്ട് കിച്ചണൊന്നല്ല മമ്മി വേണ്ടത് ബാത്റൂമിലാണ് അതെ മമ്മനെ കാണാനൊക്കെ
അത് പറയുന്നില്ല. സൂപ്പ് കഴിക്കാറില്ല അത്. സൂപ്പ് just ഇത്രേ ഉള്ളൂ. താമസമൊക്കെ പിന്നെ ഞങ്ങൾ വെട്ടളിയാ ഡാഡിയാണ് ഇത് യൂറോ മുതലാളി. അതെ നീ പോയിട്ട് വാ ഈ പെണ്ണുങ്ങളൊക്കെ യൂറോപ്പിലേക്ക് കയറാനായിട്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നോക്കിക്കോന്ന്. പീജിക്ക് വരാനേ. ഷെഫ്മോനെ 11 മണിയായല്ലോ. എത്ര മണിക്കൂറിനായിരുന്നു? 12. ഇന്ന് 11:30 ഇവിടെ നിന്ന് ഇറങ്ങിയ നാളെ 11:30 അവിടെ എത്തുക. അതിൻ്റെ ഇടയ്ക്ക് അബുദാബിയിൽ ഇറങ്ങി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. സുലു എല്ലാവരും കുട്ടികളെല്ലാവരും പോയി. ഇനിയിപ്പോൾ പോകേണ്ട ആ ഒരു നിമിഷത്തിലേക്ക് എത്തി. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ഓനെ എയർപോർട്ടിലേക്ക് പോകേണ്ട തന്നെ. എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ കാര്യം. പായൊക്കെ മാറ്റി വേറെ ചൂടാനായിട്ട് വരാനിന്ന് നടക്കിലൊന്നും കാര്യമില്ല പറഞ്ഞ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഓളം ഇതില് നല്ല ആക്റ്റീവ് ആണ്. അതുകൊണ്ട് സമാധാനം. മറ്റേ നേരത്തെ രാവിലെ മുതലിന്റെ മൂട്ട് കൂടെ കാക്ക് മാറ്റി കാപ്പ് മാറ്റി. എവിടെ കുട്ടിയുടെ ഷൂ എടുത്താ? കുട്ടിയുടെ ഷൂ എടുത്ത ഷൂ ഉണ്ട്. ഷൂ ഇട്ടിട്ട് വേണം പോകാൻ കേട്ടോ. കണ്ടു നോക്കുക കൊള്ള ഞാൻ നമ്മളെല്ലാരും കൂടെ ടൂറ് വണ്ടിയിൽ വെക്കണോ?